പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ KPCC അച്ചടക്ക സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. പാലോട് രവിയുടെ വിവാദ ശബ്ദരേഖ ഒറ്റപ്പെട്ട സംഭവമെന്നും നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഞാനതെന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. അത് പരിശോധിച്ചിട്ടില്ല. KPCCയിൽ നിന്ന് ഞാനിത് നോക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നു. സ്വാഭാവികമായിട്ടത് പരിശോധിക്കും. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള വളരെ വിദഗ്ധമായ ഒരു നേതൃത്വം KPCCക്കുണ്ട്, നമ്മുടെ ദേശീയ തലത്തിലുണ്ട്. ജനങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമായ, ഞങ്ങൾക്കെന്ന് പറയാൻ മുന്നണിക്ക് അനുകൂലമായ നിലയിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് രൂപത്തിലേക്ക് ഒരു വളർച്ച നമ്മളുടെ എല്ലാ ആളുകളിലും ഉണ്ടായിട്ടുമുണ്ട്. അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതേസമയം മോദി സ്തുതി നടത്തിയാൽ കോൺഗ്രസിൽ വിലക്കില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇടതുപക്ഷത്തെ രഹസ്യമായി പിന്തുണച്ചാൽ പോലും നടപടി ഉണ്ടാകുമെന്ന് തെളിഞ്ഞുവെന്നും MP രാജേഷ്. എന്താണ് കോൺഗ്രസിന്റെ സമീപനം എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്? ആരാണ് അവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മോദി സ്തുതി നടത്താൻ കോൺഗ്രസിൽ ആർക്കും വിലക്കില്ല, അതിന് പരിപൂർണമായ ലൈസൻസ് ഉണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വകാര്യ സംഭാഷണത്തിൽ പോലും അനുകൂലമായിട്ട് നല്ലൊരു വാക്ക് പറഞ്ഞു പോകരുത് എന്ന് പരസ്യമായിട്ടാണല്ലോ ശശി തരൂർ പറയുന്നത്. പാലോട് രവി പറഞ്ഞത് പരസ്യമായിട്ടല്ല, സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഇടതുപക്ഷത്തെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ പാടില്ല. പക്ഷെ മോദിയെക്കുറിച്ച് ലോകത്ത് മുഴുവൻ നടന്ന്, അദ്ദേഹം ഓക്സ്ഫോർഡിൽ വരെ പോയിട്ട് മോദിയെ പ്രശംസിച്ചു, ലോകത്ത് മുഴുവൻ നടന്ന് പ്രശംസിക്കാൻ, വാഴ്ത്താൻ വിലക്കില്ല. വിചിത്രമാണ് കോൺഗ്രസിന്റെ കാര്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രവീണ. വീണ്ടും ഒരു അച്ചടക്ക സമിതി അന്വേഷണം കൂടി വരികയാണ്. ഇതിൽ പല എലമെന്റുകളുണ്ട്. ഒരു സ്വകാര്യ ഫോൺ സംഭാഷണമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചോർന്നു എന്നുള്ള കാര്യത്തിൽ ജലീൽ ഉൾപ്പെടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുൾപ്പെടെയാണോ പരിശോധിക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് ബിനിൽ. ഇതിൽ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. ഈ ഫോൺ സംഭാഷണം ചോരണമെങ്കിൽ ഒന്നുകിൽ പാലോട് രവി ചോർത്തണം, അല്ലെങ്കിൽ സംസാരിച്ച ജലീൽ ചോർത്തണം. ഇതിനോടകം തന്നെ ജലീൽ പറഞ്ഞിട്ടുണ്ട് താൻ രതീഷ് എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിന് ഇത് അയച്ചു കൊടുത്തിരുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ചോർന്നത്, ചോർത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതിൽ പറയുന്ന അതിനുശേഷം ഒരു ഗൂഢാലോചന വാദം കൂടി ജലീൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ പറയുന്ന പ്രാദേശിക നേതാക്കൾക്ക് ഇതിൽ എന്താണ് പങ്ക്, അങ്ങനെയെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇതടക്കം പരിശോധന വിധേയമാക്കും. ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ഒപ്പം തന്നെ പാലോട് രവി പറയുന്ന ചില പഞ്ചായത്തുകളുണ്ട്, ആ പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടപ്പെടും, മുഖം വികൃതമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ പഞ്ചായത്തുകളിലെ നിലവിലെ അവസ്ഥ എന്താണെന്നറിയാൻ ആ പഞ്ചായത്തിലെ മേധാവികളുമായും ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായും ചർച്ച നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും റിപ്പോർട്ട് വളരെ വേഗത്തിൽ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ, ഗൂഢാലോചനാ വാദം നിലനിൽക്കുന്നതാണെന്ന് കണ്ടെത്തിയാൽ താഴെത്തട്ടിലുള്ള പ്രാദേശിക നേതാക്കൾക്കടക്കം നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പ്രവീണ, അതിനിടയിൽ മന്ത്രി MP രാജേഷ് പറയുന്നത് ശശി തരൂർ മോദിയെ പരസ്യമായി സ്തുതിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇടതുപക്ഷത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നം എന്നുള്ളതാണ്. നോക്കൂ ബിനിൽ, ഇവിടെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമല്ല. അതിന് പകരം താഴെത്തട്ടിലുള്ള ഒരു പ്രാദേശിക പ്രവർത്തകന് നൽകുന്ന, അയാളെ ഉന്മേഷവാനാക്കുവാനാണെങ്കിൽ കൂടിയും കൊടുക്കുന്ന മെസ്സേജാണ് പ്രശ്നം. അത് ഉപയോഗിച്ച വാക്കുകളാണ് പ്രശ്നം. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോഴും ചില വാക്കുകൾ, എടുക്കാച്ചരക്ക്, കോൺഗ്രസിൻ്റെ മുഖം വികൃതമായി, ഉച്ചും കുത്തി വീഴും, ഭരണം കിട്ടില്ല എന്നതടക്കം, അവിടെ CPM-നെ സ്തുതിക്കുകയല്ല, മറിച്ച് CPM ഭരണം തുടരും, 3-ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു സ്തുതിയായിട്ടല്ല, പകരം ഒരു നേതാവിന് പറ്റിയ വീഴ്ചയായി കണക്കാക്കിയാണ് ഇപ്പോൾ നടപടിയിലേക്ക് പോയത്. ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ വെർഷൻ. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേർന്നത്. വീണ്ടും അച്ചടക്ക സമിതി ഇക്കാര്യം പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ വേണ്ടി